വിനോദസഞ്ചാര മേഖലയിൽ ഇടുക്കി വൻ കുതിച്ചുചാട്ടം നടത്തിയതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ടൂറിസം വില്ലേജ് കൂടി തുറന്നുകൊടുത്ത സാഹചര്യത്തിൽ കൂടുതൽ സഞ്ചാരികൾ ഇടുക്കിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ഇടുക്കി ഡാം, നാടുകാണി പവലിയൻ, മൂലമറ്റം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള കൂടുതൽ പദ്ധതികൾ ഒരുക്കും. ചെറുതോണിയിൽ KSRTC ഓപ്പറേഷൻ സെന്റർ ആരംഭിക്കുന്നതോടെ സഞ്ചാരികൾക്ക് ഇത് കൂടുതൽ പ്രയോജനം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. പ്രാഥമിക പഠനത്തിൽ ശരാശരി 3000-നും 5000-നും ആൾക്കാർ ഇടുക്കിയിൽ എത്തിച്ചേർത്തക്ക വിധത്തിലാണ് ഈ പദ്ധതികളുടെ പൂർത്തീകരണത്തോടുകൂടി ഇതിന്റെ പ്ലാൻ മനസ്സിലാക്കാൻ കഴിയുന്ന സന്ദർഭത്തിൽ തന്നെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ മൂലമറ്റത്തു നിന്ന് നമ്മൾ എടുക്കുന്ന കേബിൾ കാർ അത് നേരെ നാടുകാണി പവലിലെത്തിയാൽ അവിടെയും ഗ്ലാസ് ബ്രിഡ്ജ് ചെയ്യുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചിരിക്കും. അങ്ങനെ ഒട്ടനവധിയായ കാര്യങ്ങൾ, ലേസർ ഷോ, ഇടുക്കി ഡാമുകളിലെ ലേസർ ഷോ, അതിന് വന്ന സാങ്കേതികമായ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് IITA ചുമതലപ്പെടുത്തി ആ മീറ്റിംഗ് അടുത്തയാഴ്ച വീണ്ടും ചേരുന്നുണ്ട്. അതുകൂടെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കുന്ന സ്ഥിതി രൂപപ്പെട്ടു വരും. അപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്ന ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയത്തക്ക വിധത്തിലുള്ള ദൂരസഞ്ചാരത്തിന് അനുയോജ്യമായ വിധത്തിൽ ഒരു KSRTC ഓപ്പറേഷൻ സെന്റർ പോലെ ചെറുതോണിയിൽ ആരംഭിക്കുന്നു എന്നുള്ളത് ടൂറിസ്റ്റുകൾക്കും അതോടൊപ്പം ആഭ്യന്തര ടൂറിസ്റ്റുകൾക്കും ഒക്കെ വേറെ സൗകര്യപ്രദമായ മാർഗങ്ങൾ സ്വീകരിക്കാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ കുടിയേറ്റ ചരിത്രത്തിന്റെ ഒരു വലിയ പശ്ചാത്തലം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി നേരിട്ട് മനസ്സിലാക്കാൻ പുതുതലമുറയ്ക്ക് വിജ്ഞാനപ്രദമായ രീതിയിൽ അതെല്ലാം കണ്ടു അടങ്ങാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. തുടർ നടപടികളും സ്വീകരിക്കുന്നതായിരിക്കും.